MVD കൊലയാളിയാകുമ്പോൾ മോട്ടോർ വാഹന വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ പഴിചാരിക്കൊണ്ട് മലപ്പുറം സ്വദേശി ആത്മഹത്യ ചെയ്തു. മലപ്പുറം മുണ്ടപ്പറമ്പ് സ്വദേശി ഷൗക്കത്താണ് MVDക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നൊരു കാര്യം, തൻ്റെ ഓട്ടോറിക്ഷ ഫിറ്റ്നസ്സിനായിട്ട് പല തവണ MVD ഓഫീസിൽ കയറിയിറങ്ങി. പക്ഷേ ഏജന്റ് ഇല്ലാത്തത് മൂലം എല്ലാ തവണയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയായിരുന്നു MVD ഉദ്യോഗസ്ഥർ. പിന്നീട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, മോട്ടോർ വാഹന വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ 85% വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ഏജന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഏജന്റിന് കമ്മീഷൻ കിട്ടും, അതേപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി കിട്ടും. അത്തരമൊരു സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് MVDയിൽ നിന്നും ഒരു സാധാരണ പൗരന് നീതി ലഭിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും അന്യമായി നിൽക്കുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്തൊരു ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹം വളരെ ചിന്താശേഷിയുള്ളയാൾ, നിയമത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളയാളാണ്. അദ്ദേഹം ഈ സിസ്റ്റത്തിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഉയർന്ന നീതിബോധമുള്ള ഒരാളാണ് ഷൗക്കത്ത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് വായിച്ചാൽ മനസ്സിലാകും. കേരളത്തിൽ നടക്കുന്ന അഴിമതിക്ക് എതിരായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഷൗക്കത്തിൻ്റെ ആത്മഹത്യ. ഇപ്പോഴും സിസ്റ്റം തെറ്റാണ്. MVD നടക്കുന്നത് 85% ഏജന്റുമാരെ കൊണ്ടുവന്നില്ല എങ്കിൽ ഒരു കാര്യവും നടക്കില്ല. 85% കാര്യങ്ങളും നടത്തിയെടുക്കുന്നത് ഏജന്റുമാരിൽ കൂടെയാണ്. താനാകട്ടെ ഏജന്റിനെ ആശ്രയിക്കാതെ നേരെ വാ നേരെ പോ എന്ന ഒരു നിലപാട് എടുത്ത ആളാണ്. അതിൻ്റെ ഭാഗമായി ഒരിക്കലും ഇനി MVDയിൽ നിന്ന് തൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ MVDയെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ടാണ് ഷൗക്കത്ത് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിശദമായി എഴുതിയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് മാറിയത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എത്രയോ നീതിബോധമുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഷൗക്കത്ത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ വിവരവും വിദ്യാഭ്യാസവും നീതിബോധവും ഉള്ള ഒരാളാണ് ഷൗക്കത്ത്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലെ ഓരോ വരിയും ഇത് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: എൻ്റെ മരണത്തിൻ്റെ ഏക ഉത്തരവാദി കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് മാത്രമാണ്. കൈക്കൂലി കൊടുത്തില്ല എന്ന ഏക കാരണം കൊണ്ട് അവർ എൻ്റെ ജീവിതമാർഗം തന്നെ തകർത്തു. കഴിഞ്ഞ 10 മാസമാണ് ഞാൻ ഏജന്റ് MVD ഓഫീസുകളിൽ കയറിയിറങ്ങിയത്. ഇനി എൻ്റെ മുൻപിൽ മറ്റ് മാർഗങ്ങളില്ല. എൻ്റെ EMI മുഴുവൻ മുടങ്ങിക്കഴിഞ്ഞു. ക്രെഡിറ്റ് സ്കോർ 820 നിന്നും 600 താഴ്ന്നു. അതേക്കുറിച്ചെല്ലാം നേരത്തെ പറഞ്ഞല്ലോ. അടുത്ത ഇര നിങ്ങളാകരുത്. എന്നാണെങ്കിൽ മരണത്തിൻ്റെ ശേഷമെങ്കിലും എനിക്ക് നീതി വാങ്ങി തരിക എന്നതാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ചെയ്യേണ്ടത്. എനിക്ക് മാതാപിതാക്കളോ സഹോദരങ്ങളോ ഭാര്യയോ കുട്ടിയോ ഒന്നുമില്ല. അതിനാൽ മരണത്തിന് ശേഷം ഇന്ത്യൻ ശിക്ഷ നിയമം അനുസരിച്ചുള്ള കേസ് നടത്താൻ സ്റ്റേറ്റ് മാത്രമാണുള്ളത്. അതേ സ്റ്റേറ്റ് കാരണം മരണം വരിക്കേണ്ടി വന്ന എനിക്ക് ഈ സംവിധാനത്തിൽ നിന്ന് നീതി കിട്ടാൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായ നിങ്ങൾ ഓരോരുത്തരും ശബ്ദമുയർത്തുക എന്നത് മാത്രമാണ് പോംവഴി. ഒരു പക്ഷേ സർക്കാരിലെ ഉന്നതരെയോ കോടതിയെയോ സമീപിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ആവശ്യമുള്ള രേഖകൾ സംഘടിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതൊരിക്കലും സിസ്റ്റത്തെ തിരുത്താനുള്ള കാരണമായി മാറില്ല. ഏതെങ്കിലും രേഖയ്ക്ക് വേണ്ടി എല്ലാവരും കോടതി കയറിയിറങ്ങുക എന്നത് അത്ര എളുപ്പമുള്ള പരിഹാരമല്ലല്ലോ. അതിനാൽ തന്നെ സിസ്റ്റത്തോടുള്ള പ്രതിഷേധം കൂടിയാണ് എൻ്റെ ആത്മാഹൂതി. മികച്ച ഭരണഘടനയും ജനാധിപത്യവും പ്രവർത്തനക്ഷമമായ സിസ്റ്റവുമുള്ള നമ്മുടെ രാജ്യത്ത് കടുത്ത അഴിമതി നടക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ജനം കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് തന്നെയാണ്. അതിനാൽ ഞാൻ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നു. അഴിമതിക്കെതിരെ പോരാടാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ വിഷയത്തിൽ എപ്പോഴത്തെയും പോലെ ഒരു അന്വേഷണ പ്രഹസനമാണ് നടക്കുന്നത് എങ്കിൽ ഒരു അഴിമതിക്കാരനായ MVD ഉദ്യോഗസ്ഥർ തീർച്ചയായും രക്ഷപ്പെടും. കാരണം അവർ ഉന്നയിക്കുന്ന വാദം എൻ്റെ വണ്ടി അൺഫിറ്റ് ആണെന്നതായിരിക്കും. ഞാൻ ചെയ്ത സ്റ്റീൽ വർക്ക് നിയമവിരുദ്ധമല്ലെന്ന് കഴിഞ്ഞ 2 തവണയും സർട്ടിഫൈ ചെയ്തതും പ്രസ്തുത MVD തന്നെയാണ്. ഇനി അങ്ങനെയല്ല എന്നും എൻ്റെ വണ്ടിയടക്കം മറ്റുള്ള വണ്ടികൾക്കും ഫിറ്റ്നസ് അനുവദിക്കുന്ന സമയത്ത് സ്റ്റീൽ വർക്കില്ല എന്നുമുള്ള വാദങ്ങളും MVD ഉന്നയിക്കാൻ സാധ്യതയുണ്ട്.
അതെല്ലാം പൊളിക്കാൻ നല്ല രീതിയിൽ അന്വേഷണം നടന്നാൽ മാത്രമേ സാധിക്കൂ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെടണമെന്ന അവസാന ആഗ്രഹമെന്ന നിലയിൽ ഞാൻ പറയുന്നു. ഏജന്റ് സംവിധാനമാണ് MVD അഴിമതിയുടെ പ്രധാന കാരണം. ഇത് അവസാനിപ്പിച്ചാൽ 80% അഴിമതിയും വകുപ്പിൽ അവസാനിക്കും. അതിന് എൻ്റെ ജീവൻ നൽകാൻ ഞാൻ തയ്യാറാണ്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങളെ പ്രധാനമായും സഹായിക്കുക വിവരാവകാശ നിയമത്തിനായിരിക്കും. കൃത്യമായ രീതിയിൽ ചോദ്യം ചോദിച്ചാൽ സ്വന്തം കാര്യവും നടക്കും, അഴിമതി ഇല്ലാതാവും. അതിനായി ഒരു പുസ്തകം കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. പ്രശാന്ത് IAS എഴുതിയ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് എന്ന പുസ്തകമാണത്. അത് വായിച്ചു കഴിഞ്ഞാൽ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും വിവരാവകാശ നിയമത്തിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നും പഠിക്കാം. അഴിമതി തുലയട്ടെ, ജയ് ഭീം. ഷൗക്കത്ത് അലി M എന്നാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് ഉപസംഹരിക്കുന്നത്. ഏതായാലും ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം. ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും MVDയുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി എന്താണ് MVDയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിശദീകരണം എന്നതുകൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.